ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളെ ക്രിസ്മസ് എക്സാമിന് അറബിക്ക് എഴുതാൻ പോകുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ സഹീർ സാറ്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എജുപോർട്ട് അറബിക് സാറ്. ഓക്കെ, പല ആളുകൾ കുട്ടികളും പല സ്ഥലത്തു നിന്നും എന്നെ കാണുന്ന സമയത്ത് അങ്ങനെയാണ് വിളിക്കാറുള്ളത്. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളിൽ അധികം ആളുകളും നമ്മുടെ എജുപോർട്ടിൻ്റെ SLC അറബിക് ക്ലാസ് കണ്ട കുട്ടികളാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എജുപോർട്ടിൻ്റെ അറബിക് ക്ലാസ് നിങ്ങൾ SLCയിൽ കണ്ട ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്, SLCയിൽ നിങ്ങൾക്ക് എജുപോർട്ടിൽ അറബിക് ക്ലാസ് കണ്ടത് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു, ആ ക്ലാസ് നിങ്ങൾ എഫക്റ്റീവ് ആയിരുന്നോ, എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ആ ക്ലാസ് ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യും, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ വന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ +1 അറബിക്കിന് നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട. SLC അറബിക്കിൽ നിങ്ങൾക്ക് എത്രത്തോളം എജുപോർട്ടിൻ്റെ അറബിക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയിരുന്നു, അതേപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാളും വളരെ സപ്പോർട്ടീവ് ആയിക്കൊണ്ട് നിങ്ങൾ എജുപോർട്ടിൻ്റെ അറബിക് ക്ലാസ് നിങ്ങൾക്ക് ലൈവ് വരാനിരിക്കുകയാണ്. ആ ലൈവിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ നേരത്തെ തന്നെ എത്തുക. SLCയിൽ നമ്മൾ എന്ത് ചെയ്തു, അറബിക്ക് അറിയാത്ത വളരെ ബാക്കിലുള്ള ഒരുപാട് കുട്ടികൾ എപ്പോഴും എന്നെ കാണുന്ന സമയത്ത് പറയാറുണ്ട്, ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്, സാർ എനിക്ക് അറബിയിൽ ഒന്നും അറിയില്ലായിരുന്നു, പക്ഷേ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് A+ കിട്ടിയെന്ന് ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും പറയാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വളരെ സന്തോഷം എന്ന് വെച്ചാൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഒരു വേള പല സ്ഥലത്ത് ടൂർ പോകുന്ന സമയത്ത്, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയി, അവിടുന്നും അത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ എന്ത് ചെയ്യാണ്, എജുപോർട്ട് അറബിക് സാറല്ലെന്ന് പറഞ്ഞാണ്ട് പല ആളുകൾ വരികയും കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലൈവിൽ അതിനപ്പുറത്തേക്ക് പുറത്തിറങ്ങുമ്പോൾ പല ആളുകളെയും കാണാറുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും കണ്ട എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്തായിരുന്നാലും ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ +1 ക്രിസ്മസ് അറബിക് എക്സാം എന്ത് ചെയ്യാണ്, തിങ്കളാഴ്ച നടക്കാനിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഇൻവൈറ്റ് ചെയ്യാണ്, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആൾ, ചെയ്യാത്ത ആളുകൾ, അറബി അറിയണവർ അറിയാത്തവരൊക്കെ എന്ത് ചെയ്തോളും, ധൈര്യമായിട്ട് വന്നോളൂ. നിങ്ങൾ ധൈര്യമായി നിങ്ങളെ ഫ്രണ്ട്സിനെയും വിളിച്ചോളൂ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ അറബി ക്ലാസ്സിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ അറബി അറിയോ അറിയില്ലെന്നൊന്നുമല്ല, നമുക്ക് നാളത്തെ അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ എക്സാം എന്ത് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പൊളിക്കാം, അടിച്ച് പൊളിച്ച് സൂപ്പറാക്കിയിട്ട് എഴുതി നമുക്ക് എന്ത് ചെയ്യാൻ തരാം, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളായി മാറാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് നമ്മുടെ ലൈവ് ക്ലാസ്സിന് വരാൻ വേണ്ടി വീണ്ടും റിക്വസ്റ്റ് ചെയ്യാൻ, നിങ്ങൾ മാത്രമല്ല നിങ്ങൾ ഫ്രണ്ട്സിനും കൂട്ടി വരണം. വരൂല്ലേ, വരുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ലൈവിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.